ഇനിയിപ്പോൾ അൻവറിനെ മറന്ന് നിലമ്പൂരിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് UDF സമ്മതിക്കുന്നു. മുന്നിട്ട് നിൽക്കുമ്പോൾ തന്നെ, ലീഡ് നിലയിൽ മുന്നിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഈ അൻവർ ഫാക്ടർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സണ്ണി ജോസഫ് പറഞ്ഞു വെക്കുന്നുമുണ്ട്. ഏതായാലും പോത്തുകല്ലിൽ കൂടി LDF പിന്നോട്ട് പോയ ഒരു സാഹചര്യം, UDF അവിടെ വ്യക്തമായ മേൽക്കൈ നേടിയ ഒരു സാഹചര്യം. പോത്തുകൽ എന്ന് പറയുമ്പോൾ പക്ഷേ അത് സ്വരാജിൻ്റെ നാട് മാത്രമല്ല, VS ജോയിയുടെ നാട് കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ തരത്തിൽ അവർ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് അനുകൂലമാക്കി എടുക്കാൻ സാധിച്ചതോടെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന 3 ഇടങ്ങൾ, നിലമ്പൂർ നഗരസഭ വലിയ ഒരു വോട്ട് അവിടെ എണ്ണാനുണ്ട്. വലിയ 30,000-ന് മേലെ വോട്ടുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും വോട്ടുള്ള സ്ഥലമാണ് നിലമ്പൂർ നഗരസഭ. അത് കഴിഞ്ഞ് പിന്നെ കരുളായി വരുന്നു, അമരമ്പലം വരുന്നു. ഈ 3 ഇടങ്ങൾ കൂടി വന്നാൽ പോലും ഒരു പക്ഷേ സ്വരാജിന് ഇനി ഇപ്പോൾ ഉള്ള ഈ ലീഡ് നില മറികടക്കുക ബുദ്ധിമുട്ടാണ് എന്ന തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വലിയ ഒരു ലീഡ് നില, 8125 ലീഡ് നിലയാണ് ഇപ്പോൾ, 8086 വോട്ടിൻ്റെ ലീഡാണ് ഇപ്പോൾ ഷൗക്കത്തിനുള്ളത്. അത് മറികടക്കുക സാധ്യമല്ല എന്നൊരു വിലയിരുത്തലാണുള്ളത്. പക്ഷേ ഏതായാലും അവകാശപ്പെട്ടിടത്തേക്ക് അവസാന റൗണ്ടിൽ 8000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് ആത്മവിശ്വാസത്തോടെ UDF പറഞ്ഞിരുന്നുവെങ്കിൽ ആ വോട്ട്, ആ ലീഡ് നില ഇപ്പോൾ UDF മറികടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ വലിയ അവകാശവാദങ്ങൾ 25,000 വരെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് വോട്ട് പെട്ടിയിലായതിനു ശേഷം വോട്ടെണ്ണലിലേക്ക് അടുക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ആ ലീഡ് നില കുറഞ്ഞു വന്നെങ്കിലും 8000-ൽ അവർ ഉറപ്പിച്ചു. ഇപ്പോൾ ആ 8000 മറികടന്നുകൊണ്ട് 8086 എന്ന ലീഡ് നിലയിലാണ് ആര്യാടൻ ഷൗക്കത്ത് നിൽക്കുന്നത്. സാനു, ഈ പോത്തുകല്ല് ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് സ്വരാജിന്റെ നാടാണ്. എന്തെങ്കിലും ഒരു അട്ടിമറി അല്ലെങ്കിൽ ഒരു സാധ്യത, ഒരു തരംഗം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് അവിടെ നിന്നുണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞതിൽ അത് VS ജോയിയുടെ നാട് കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് മറക്കാതിരിക്കാൻ കഴിയുകയില്ല. ഇത്രയും റൗണ്ടുകൾ കടന്നു പോയപ്പോൾ 9ാം റൗണ്ടിൽ മാത്രമാണ് സ്വരാജിൻ്റെ അല്പമെങ്കിലും ചെറിയ ലീഡ് നേടാൻ കഴിഞ്ഞത് എന്നുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് വ്യക്തമായ UDF തരംഗം തന്നെയാണ് ഉണ്ടായത് എന്ന് പറയാം. പക്ഷെ അതേസമയം മാറ്റി നിർത്താൻ കഴിയാത്ത 2 ഘടകങ്ങൾ അവിടെ വർക്കൗട്ടായിട്ടുണ്ട്. ഒന്ന്, അൻവർ പിടിച്ച വോട്ട്. അൻവർ എത്ര കണ്ട ഫാക്ടർ, അൻവർ ഫാക്ടർ എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ആ മണ്ഡലത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ NDA താഴോട്ട് പോകാതെ പിടിച്ചു നിൽക്കുന്നത് കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് വരണം. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതലുള്ള ആ ഒരു സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു വോട്ടിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതായത് ചുങ്കത്തറ പഞ്ചായത്ത്, പോത്തുകൽ പഞ്ചായത്താണ് LDF ഏറ്റവും അധികം ഒരു പ്രതീക്ഷ വെച്ചിരുന്ന ഒരു പഞ്ചായത്ത്. M സ്വരാജിന്റെ പഞ്ചായത്താണ്. അതേപോലെ തന്നെ VS ജോയിക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്, VS ജോയിയുടെ നാടാണ്. ഈ 2 പാർട്ടിക്കും, LDF-നും UDF-നും ഒരേപോലെ പ്രതീക്ഷ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇരുകൂട്ടരും അടിപതറി. 2 കൂട്ടർക്കും ഈ കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് അവിടുത്തെ ഫലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDF വലിയ രീതിയിൽ മുന്നോട്ട് പോയതുമില്ല, LDF-ന് കാര്യമായിട്ടുള്ള നേട്ടമുണ്ടാക്കാൻ സാധിച്ചുമില്ല. സ്വരാജിന്റെ ജന്മനാട് കൂടിയായ പ്രദേശത്ത് നിന്ന് സ്വരാജിന് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടെ ഈ പോത്തുകല്ലിൽ ദൃശ്യമായി. ഇനിയും നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം, 3/1, അതായത് നിലമ്പൂരിൽ പോൾ ചെയ്ത വോട്ടിന്റെ 3/1 ഭാഗം എണ്ണിക്കഴിഞ്ഞപ്പോഴേക്കും PV അൻവർ 10,000 കടന്നു എന്ന് തന്നെയാണ്. ആ 10,000 കടന്ന PV അൻവറിന്റെ തേരോട്ടമാണ് ഒരു പക്ഷേ ഈ KPCC അധ്യക്ഷന്റെ അടക്കം കണ്ണു തുറപ്പിക്കുന്ന നിലയിലേക്ക്, ഒരുപക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ടാണേലും ഈ VD സതീശനെ കൊള്ളിക്കുന്ന, അല്ലെ VD സതീശനെതിരെ ഒരു വെടിപൊട്ടിക്കുന്ന നിലയിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന. അത് നോക്കുമ്പോൾ നമുക്ക് പോകാൻ കഴിയുന്ന ഒരു വഴി അതാണ്. അതായത് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം, ഒരു പക്ഷേ ഈ ഇലക്ഷന് തൊട്ട് മുൻപ് അൻവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും UDF ക്യാമ്പിലേക്ക് വരാൻ ശ്രമിക്കുകയും അത് UDF-ൽ നിന്ന് ഉണ്ടാകില്ല, ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വരികയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ നിന്ന് UDF കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കിയിരിക്കുന്നു. അവർക്ക് വിജയം ഉണ്ടാകുമ്പോൾ പോലും അവിടെ അൻവർ ഫാക്ടർ പ്രവർത്തിച്ചിരുന്നു. അടച്ചിട്ട വാതിലുകളെല്ലാം തുറക്കാനുള്ളത് കൂടിയല്ലേ എന്ന് സണ്ണി ജോസഫ് ചോദിച്ചതും, അൻവർ ആ തരത്തിൽ വാതിലുകളൊക്കെ ഇങ്ങനെ മലർക്കെ തുറന്നു കിടക്കുകയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഒരു രാഷ്ട്രീയ സമവാക്യമൊക്കെ മാറാനുള്ള സാധ്യത കൂടി ഉണ്ടോ?
നമ്മൾ നോക്കേണ്ടത് വഴിക്കടവ് എണ്ണിയപ്പോൾ തന്നെ UDFനുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ഈ അൻവർ നൽകി കഴിഞ്ഞു. അതായത് UDF വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച ആ 1 മുതൽ 46 ബൂത്തുകളിലും ശരിക്കും ഈ അൻവറിന്റെ ഒരു സാന്നിധ്യം, അൻവറിന്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായി എന്ന് തന്നെ വേണം കരുതാനായിട്ട്. അതായത് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് തന്നെ അൻവർ അടർത്തിയെടുത്തു. അതായത് UDFന് പരമ്പരാഗതമായിട്ട് നിലമ്പൂരിൽ ലഭിച്ചുകൊണ്ടിരുന്ന ആ വോട്ട് ബാങ്കിൽ തന്നെ ഈ അൻവർ ഒരു ചോർച്ച ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ വോട്ടിൽ നിന്ന് അൻവർ വലിയൊരു വിഭാഗത്തിന്റെ വോട്ട് തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് UDF നേതൃത്വം വഴിക്കടവിൽ തന്നെ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കണം ഒരുപക്ഷെ KPCC അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു കൊട്ടിയടച്ച വാതിലുകൾ ഇനിയും തുറക്കാം, അത് കൊട്ടിയടച്ചിട്ടല്ലേ ഉള്ളൂ, തുറക്കപ്പെടാൻ ഇനി വലിയ പാടൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പിന്നീട് ഇങ്ങോട്ട് വന്ന എല്ലാ പഞ്ചായത്തുകളും നോക്കിയാലും മൂത്തേടം നോക്കിയാലും അവർക്ക് തിരിച്ചടിയുണ്ടായി. പിന്നീട് വന്നിട്ടുള്ള എടക്കരയിലും പോത്തുകല്ലിലുമാണ് ഈ ഒരു UDFന്റെ നിലവിലുള്ള ആ ഒരു സേഫ് സോണിലേക്കുള്ള യാത്രയ്ക്ക് മുതൽക്കൂട്ടായ വോട്ടുകൾ സമാഹരിക്കപ്പെട്ടത്. ഇനിയും വരാൻ പോകുന്നതാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ രാവിലെ മുതൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം, നിലമ്പൂരിന്റെ നട്ടെല്ലെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന നിലമ്പൂർ നഗരസഭ. ഏകദേശം 30,000-ലധികം വോട്ടുകൾ, അതായത് 1,74,000 വോട്ടുകൾ പോൾ ചെയ്ത നിലമ്പൂരിൽ 30,000 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് നിലമ്പൂർ നഗരസഭയിലാണ്. അതായത് 162 മുതൽ 209 വരെയുള്ള ബൂത്തുകളുള്ള നിലമ്പൂർ നഗരസഭ. ആ നിലമ്പൂർ നഗരസഭയാവും ഈ നിലമ്പൂരിലെ ആ ഒരു ഏത് ദിശയിലേക്കാണ് നിലമ്പൂർ ചലിക്കുന്നത്, അല്ലെ ഏത് ദിശയിലേക്കാണ് ആരെയാണ് തെരഞ്ഞെടുക്കുന്നത്, ആര് വീഴും ആര് വാഴുമെന്ന് കാണിച്ചു തരുന്നത് ഈ നിലമ്പൂർ നഗരസഭയായിരിക്കും. ഒരുപക്ഷെ ഈ LDF പ്രതീക്ഷിക്കുന്ന എവിടെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് നിലമ്പൂരിലൂടെയും അതുപോലെ തന്നെ കരുളായി, അമരമ്പലം പോലുള്ള പ്രദേശങ്ങളിലൂടെയും തങ്ങൾക്ക് ലീഡ് തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിലെ ആ രാഷ്ട്രീയ കാലാവസ്ഥ നോക്കുമ്പോൾ, ആ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ, അവിടുത്തെ സീറ്റ് നില നോക്കുമ്പോൾ ഒരുപക്ഷെ UDF തന്നെ കടന്നുകൂടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 30,000 വോട്ടുള്ളവിടത്ത് പരമാവധി വോട്ടുകൾ ഒരുപക്ഷെ UDFിലേക്കായിരിക്കും പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ മറക്കാതെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ PV അൻവറിന്റെ സാന്നിധ്യം. PV അൻവർ ഈ നിലമ്പൂർ നഗരസഭയിലെ സ്വാധീനം എത്രത്തോളം ഉണ്ടാക്കും എന്നുള്ളത്. അത് വഴിക്കടവിന്റെ സമാനമായിട്ടുള്ള വഴിക്കടവ് മോഡൽ സംഭവിച്ചാൽ ഒരുപക്ഷെ അത് UDFന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ കരുളായി, അമരമ്പലം പോലുള്ള പ്രദേശങ്ങളിൽ LDF നില മെച്ചപ്പെടുത്തിയാൽ ചെറിയ തോതിലെങ്കിലും ഉള്ള ഭൂരിപക്ഷത്തിൽ, നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിച്ചു കൂടാൻ സാധിക്കും, ജയിച്ചകത്ത് കിടക്കാൻ സാധിക്കുമെന്ന് LDF കണക്ക് കൂട്ടുന്നുണ്ട്. എന്തായാലും നിലമ്പൂർ നഗരസഭ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമായി, പ്രധാന രാഷ്ട്രീയ തന്ത്രങ്ങളുള്ള, രാഷ്ട്രീയ കൗശലമുള്ള വോട്ടുകൾ അടങ്ങിയിരിക്കുന്ന ഒരു പ്രദേശമായിട്ട് നിലമ്പൂർ നഗരസഭ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 162 മുതൽ 209 ബൂത്തുകൾ വരെ, അതായത് 30,000 വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ എന്തെങ്കിലും അട്ടിമറി സംഭവിക്കുമോ? ഈ നഗരസഭയിൽ നിന്ന് PV അൻവർ എത്രത്തോളം വോട്ട് പിടിക്കുന്നു? ആ NDA, നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പാറ്റേണിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വഴിക്കടവിലടക്കം NDA മുൻപ് പിടിച്ചിരുന്നത് 560-ന് 600-നും ഇടയിലുള്ള വോട്ടുകളാണ്. അത് കടന്ന് 280ഓളം വോട്ടുകൾ സമാഹരിക്കുന്ന ഒരു സാഹചര്യം വഴിക്കടവിലുണ്ടായി. അതിന് സമാനമായിട്ടുള്ള നിലയിൽ മറ്റു പ്രദേശങ്ങളിലും അവരുടെ വോട്ട് നിലനിർത്തി, അല്ലെങ്കിൽ അല്പം കൂടി നില മെച്ചപ്പെടുത്തി മുന്നോട്ട് പോയി. ആ ഒരു സാധ്യത വെച്ച് നമ്മൾ നിലമ്പൂർ നഗരസഭ നോക്കുമ്പോൾ, നിലമ്പൂർ നഗരസഭയിലെ NDAക്ക് സാന്നിധ്യമുണ്ട്. NDAയുടെ ഒരു അംഗം ജയിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നിലമ്പൂർ നഗരസഭ. അത്തരത്തിൽ NDAക്കും സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ഈ 30,000 വോട്ടിൽ എത്ര വോട്ട് UDF പിടിക്കുന്നു, എത്ര വോട്ട് LDF പിടിക്കുന്നു, എത്ര വോട്ട് അധികമായിട്ട് NDA സമാഹരിക്കുന്നു? നിലമ്പൂർ നഗരസഭയിൽ വോട്ട് എണ്ണി തുടങ്ങിയ സാഹചര്യത്തിൽ UDFന്റെ ലീഡ് തന്നെയാണ് കാണുന്നത്. നമുക്ക് ഇപ്പോൾ ഒരുപക്ഷെ ആ ലീഡ് അങ്ങനെ തന്നെ അങ്ങ് നിലനിന്ന് പോവുകയാണ് എങ്കിൽ നിലമ്പൂർ നഗരസഭയും മറ്റൊന്ന് ചിന്തിക്കുമെന്ന് കരുതുക വയ്യ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ കരുളായി, അമരമ്പലം എന്ന LDFന് സ്വാധീനമുള്ള മേഖലകളിലേക്ക് വന്നാൽ പോലും ചില റൗണ്ടുകൾ ചിലപ്പോൾ സ്വരാജിന് ഒരു മേൽക്കൈ കൊടുത്താലായി. അല്ലാതെ പഞ്ചായത്തുകൾ ഇതുവരെ എണ്ണി എല്ലാ പഞ്ചായത്തുകളും UDFനൊപ്പം നിന്നിരിക്കുന്നു. ഇനി അങ്ങോട്ടും അത് അങ്ങനെ ആവാനുള്ള സാധ്യത ഒരുപക്ഷെ ആ ഒരു തരംഗമല്ലേ കാണുന്നത്? UDF പിടിക്കുന്ന വോട്ടുകൾ, അതായത് UDF അവിടെ അധികമായിട്ട് വോട്ടുകൾ സമാഹരിക്കുമെന്ന് തന്നെയാണ് UDF അവര് നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിരുന്നത്. അവർ വിചാരിച്ച ആ ഒരു ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും അവർ മുന്നേറും, അല്ലെങ്കിൽ അവർക്ക് മുൻതൂക്കം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് UDF നേതൃത്വം പറഞ്ഞത്. അവരെ വിചാരിച്ച അവര് പറഞ്ഞിരുന്ന മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ ഒരു സംഖ്യയിലേക്ക് എത്തിയില്ലെങ്കിലും ഭൂരിപക്ഷം അവർക്ക് തന്നെയാണ്. നിലവിലൊരു സാഹചര്യത്തിൽ 26 പോസ്റ്റൽ വോട്ടിൽ മുന്നിട്ട് നിന്ന ആര്യാർ ഷൗക്കത്ത് ഇപ്പൊ 8,000-ലധികം വോട്ട് കിട്ടി, അല്ലെ ഭൂരിപക്ഷം കിട്ടി, മുൻതൂക്കം കിട്ടി.
ഒരു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഘട്ടത്തിൽ പോലും പിന്നോക്കം പോയിട്ടില്ല ആര്യാടൻ ഷൗക്കത്ത്. മാത്രമല്ല അവർ വിചാരിച്ച അവര് 1979 എന്ന ലീഡിലേക്ക് കയറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1979 എന്ന ലീഡിലേക്ക് കയറുന്നു എന്നുള്ള ഒരു പക്ഷേ UDF കരുതി കൂട്ടി വെച്ചതിനേക്കാളും കൂട്ടിപ്പെറുക്കി വെച്ചതിനേക്കാളും ഒക്കെ ലീഡിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. പക്ഷേ ഇനി വരാൻ പോകുന്ന മണ്ഡലങ്ങൾ, വരാൻ പോകുന്ന പഞ്ചായത്തുകൾ വളരെ നിർണായകവുമാണ്. സാനു, അമരമ്പലം പഞ്ചായത്തുകൾ, അതായത് കഴിഞ്ഞ 2021 PV അൻവറിനെ കൈപിടിച്ച് നിയമസഭയിലേക്ക് കയറ്റിയ രണ്ട് പ്രദേശങ്ങൾ, രണ്ട് പഞ്ചായത്തുകളാണ് കരുളായും അമരമ്പലവും. ഈ പ്രദേശങ്ങൾ LDFന്റെ കുത്തക കേന്ദ്രങ്ങളാണ്, അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ അവർ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അവർക്ക് പിന്നോക്കം പോയാൽ ഇവിടുന്ന് നേടുന്ന ലീഡിലൂടെ അവർക്ക് നിയമസഭയിലേക്ക് ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും കടക്കാൻ സാധിക്കുമെന്നാണ് LDF നേതൃത്വം കണക്കുകൂട്ടിരുന്നത്. നിലവിൽ ഒരു സാഹചര്യം അനുസരിച്ച് നിലവിലെ ഈ UDFന് ലഭിച്ചിരിക്കുന്ന മുൻതൂക്കം അല്ലെ ആ വോട്ട്, അതിനെ മറികടക്കാനായിട്ട് ഈ രണ്ട് സ്ഥലങ്ങൾ കൊണ്ട്, രണ്ട് പഞ്ചായത്തുകൾ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം തന്നെയാണ്. കരുളായി അമരമ്പലവും LDFന് ശക്തി കേന്ദ്രമാണെങ്കിലും ഒപ്പത്തിനൊപ്പം വോട്ട് പിടിച്ചാലും ഈ കാര്യമായിട്ട് പിന്നോക്കം ഒന്നും പോകാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തങ്ങൾക്ക് നിയമസഭയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ് UDF നേതൃത്വം തന്നെ പറയുന്നത്. അതേപോലെ തന്നെ നിലമ്പൂർ നഗരസഭയിൽ ഇപ്പോൾ വോട്ടെണ്ണി തുടങ്ങിയിട്ടുണ്ട്. കാര്യമായിട്ട് പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യം നിലവിൽ UDFന് ഇല്ല. എന്തായാലും 162 മുതൽ 209 ബൂത്തുകളാണ് ഇവിടെ എണ്ണാനുള്ളത്. 30,000 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട നഗരസഭ, നിലമ്പൂർ നഗരസഭ ഒരു പ്രധാന കേന്ദ്രമാണ്. അവിടുത്തെ വോട്ട് കൂടി എണ്ണി കഴിയുമ്പോഴത്തേനും ഒരു പക്ഷേ LDF എത്രത്തോളം